ഹലോ സെലിബ്രിറ്റീസ്, വിടാൻ വെച്ച് നമ്മുടെ 2 വർഷത്തെ ലോങ് ഗ്യാപ്പിന് ശേഷം അജിത് കുമാറിന്റെ ഒരു മൂവി, അതും 97 ഇറങ്ങിയ ഹോളിവുഡ് മൂവിയായ ബ്രേക്ക് ഡൗണിന്റെ ഒരു കംപ്ലീറ്റ് അഡാപ്റ്റേഷൻ തന്നെയാണ് ഈ മൂവി. റൺ ടൈമിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ തന്നെ സ്റ്റാർട്ട് ടു എൻഡ് സെയിം തന്നെയാണ്. ആൻഡ് ഫോർ മീ പേഴ്സണലി എനിക്ക് ഇത് അങ്ങോട്ട് അത്രയ്ക്ക് വർക്ക്ഔട്ട് ആയിട്ടില്ല. ബട്ട് സ്റ്റിൽ കംപ്ലീറ്റ്ലി ഒരു ബാഡ് ആൻഡ് ഷോക്ക് ആയിട്ടാണെന്നൊന്നും പറയുന്നില്ല. ബിക്കോസ് ഇതിന്റെ ഫസ്റ്റ് ഹാഫ് ഒക്കെ അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ബിക്കോസ് കുറെ നാൾക്ക് ശേഷമാണ് നമ്മുടെ തല അജിത്തിന്റെ ഒരു സിമ്പിൾ ക്യാരക്ടർ കാണുന്നത്. ആൻഡ് ആളുടെ ഇൻട്രോയും വളരെ സിമ്പിൾ ആയിരുന്നു. ഇൻട്രോ ടു ഇന്റർവെൽ വരെ ഒരു സാധാ കോമൺ മാൻ ഫാമിലി ക്യാരക്ടർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ സ്റ്റോറി ലൈനും കാര്യങ്ങളൊക്കെ പ്രെഡിക്റ്റബിൾ ആയിരുന്നിട്ട് പോലും ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ, ഒരു മാസ് മസാല സാധനങ്ങളൊന്നും ഇല്ലാത്ത ലൈക്ക് ഒരു കൊമേഴ്ഷ്യൽ വേയിൽ അതിനെ അപ്രോച്ച് ചെയ്യാത്ത നമ്മുടെ ഒരു അജിത്തിന്റെ പടം കണ്ടിരിക്കാൻ തന്നെ, അതുവരെ ഇന്റർവെല്ലിൽ വരെ കണ്ടിരിക്കാൻ തന്നെ നല്ല രസമുണ്ടായി. ഞാൻ എൻജോയ് ചെയ്ത് തന്നെയാണ് കണ്ടത്. ബട്ട് പിന്നീട് ഈ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ പടം വല്ലാത്തൊരു പാറ്റേണിലോട്ട് തന്നെ മാറിപ്പോയിരുന്നു. പോരാത്തതിന് അത്യാവശ്യത്തിന് നല്ല രീതിയിൽ തന്നെ റെപ്പറ്റേഷൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ബ്രേക്ക് ഡൗൺ എന്നൊരു മൂവി 1.5 hour മൂവിയാണ്. ബട്ട് ഇതിൽ വരുമ്പോൾ ഇത് 2.5 മണിക്കൂറുണ്ട്. അപ്പോൾ അത്രയും നേരം ഇതിനെ വലിച്ചു നീട്ടി ഭയങ്കര റെപ്പറ്റേഷൻ ആക്കി വീണ്ടും എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ആ ഒരു ലാഗ് ഇതിൽ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ക്ലൈമാക്സ് ഒക്കെ എത്തിയപ്പോൾ ഭയങ്കര മടുപ്പായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അനിരുദ്ധാണ് ഇതിന്റെ സ്കോറിംഗ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഓൾറെഡി തന്നെ ഇതിന്റെ സോങ്സ് എല്ലാം ട്രെൻഡിങ് ലിസ്റ്റിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും നല്ലതായിരുന്നു. ആൻഡ് ഇതിന്റെ ഫീമെയിൽ ലീഡ് വരുന്നത് തൃശ്യാണ്. നല്ല രീതിയിൽ തന്നെ ബോർ ഉണ്ടായിരുന്നു. കൺവിൻസിങ് അല്ലാത്ത രീതിയിലാണ് ആൾ ഇതിന് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ റെജീന, കസാൻഡ്ര ആൻഡ് അർജുനൊക്കെ ഉണ്ട്. അവരൊക്കെ അവരുടെ പാട്ട് നന്നായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് ടെക്നിക്കലി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല ഫ്രഷ്നെസ് ആയിട്ടുള്ള ലൊക്കേഷൻസ് ഒക്കെ തന്നെയായിരുന്നു. സോ ബ്രേക്ക് ഡൗൺ കാണാത്തവർക്ക് അത്യാവശ്യം ഒരു 1 time വാച്ചബിൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ബട്ട് അത് കണ്ടിട്ടുള്ളവർക്ക് ഇത് എങ്ങനെ വർക്ക്ഔട്ട് ആവും എന്ന് എനിക്കറിയില്ല. ഫോർ മീ എനിക്ക് ഒട്ടും തന്നെ വർക്ക്ഔട്ട് ആയിട്ടില്ല. സോ പോയി എല്ലാവരും കണ്ടിട്ട് വന്നിട്ട് മാത്രം അഭിപ്രായം പറയാം. ബൈ.